ഹലോ, നമ്മളിന്ന് റാഗി പൗഡർ വെച്ച് ഒരു പാലപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ അരിയാഹാരത്തിൽ നിന്നുമൊക്കെ കുറച്ചൊന്ന് മാറി മില്ലറ്റ്സിലേക്കൊന്ന് കിടക്കുകയാണ്, അതായത് ചെറുധാന്യങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മില്ലറ്റ്സിൽ തന്നെയുള്ള തിനാന്ന് വെച്ചുള്ള ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയായിരുന്നു. നല്ല അടിപൊളി ഉപ്പുമാവായിരുന്നു. ഇന്നിപ്പം റാഗി പൗഡർ വെച്ചിട്ട് നമ്മളൊരു പാലപ്പം ഉണ്ടാക്കാൻ ഒരുങ്ങുവാണ്. അപ്പോൾ റാഗി എന്ന് പറയുമ്പോൾ ഇതാണ് ചെറിയ ഒരു മണി പോലെ കടുക് പോലൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് കുതിർത്ത് അരച്ചൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടിയിൽ 2 സ്പൂൺ എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ ഈ മില്ലറ്റ്സിനെ പറ്റിയുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാം. അപ്പം ഞാൻ ഒരു 2 സ്പൂൺ നിറയെ എടുത്തിട്ടില്ല, ഒരു 1.5 സ്പൂണ് പൊടി എടുത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കുറുക്കിയെടുക്കുകയാണ്. നമ്മൾ പാലപ്പത്തിന് സാധാരണ കപ്പ് കുറുക്കുമല്ലോ, കപ്പ് കുറുക്കും അല്ലെങ്കിൽ പിന്നെ പച്ചരിയൊക്കെ അരയ്ക്കണം, അതിൻ്റെ കൂടെ ചോറിട്ട് അരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇതിപ്പം ഞാൻ ഈ പൊടി എടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. നമ്മുടെ കപ്പ് കുറുക്കാം അതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചാൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. പക്ഷേ കൂടുതലെന്ന് പറയാനായിട്ട് ഇഷ്ടം പോലെ കാൽഷ്യം, വൈറ്റമിൻസ്, ഇതൊക്കെ ഒത്തിരി, ഇരുമ്പ് സത്ത്, ഇതൊക്കെ ഒത്തിരി കൂടുതലുള്ള ധാന്യങ്ങളാണ് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഈ അരിയാഹാരങ്ങളൊക്കെ കുറച്ച് ഇതിലേക്കൊക്കെ വരണം എന്നാണ് പറയുന്നത്. കാര്യം നല്ലതുപോലെ നമ്മുടെ ശരീരം എല്ലാം, അതായത് ഒത്തിരി അമിത വണ്ണവും വയറ് ചാടിയും അങ്ങനെയൊന്നും വരില്ല. വെയിറ്റ് ലോസ് ആയിട്ടൊക്കെ എപ്പോഴും തന്നെ നമുക്ക് നിൽക്കും. ഇത് കുറുകിയിട്ടുണ്ട്, നമുക്ക് ഇത്രയും മതി. കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ കുറുക്കി വെച്ചത് ഒരുവിധം ആറിയിട്ടുണ്ട്. അതും പിന്നെ നമ്മുടെ റാഗി പൗഡർ എടുത്തതും, പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 1/2 സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കാം. അതായത് പിന്നെ നമ്മുടെ ഈസ്റ്റും തേങ്ങയും എല്ലാം ഒന്ന് അരഞ്ഞ് കൂടി യോജിക്കണമല്ലോ. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ജാറിലിട്ടൊന്ന് അരയ്ക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു സാധാരണ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് റാഗി പൗഡറാണ് എടുത്തത്. അതിൽ നിന്നാണ് ഞാനൊരു 1.5 സ്പൂൺ കുറുക്കാൻ എടുത്തത്. അപ്പം നമുക്കിതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാം ജാറിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരയ്ക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സമയമൊന്നും വേണ്ടി വരത്തില്ല. നമുക്ക് നോക്കാം, അരച്ച് വെച്ചിട്ട് എത്ര സമയം കൊണ്ട് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് അരച്ചിട്ട് വരാം. നമ്മൾ മാവ് കലക്കി വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂറായി. 1 മണിക്കൂർ ആയപ്പോൾ തന്നെ ഇത് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തവിയൊക്കെ ഇട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. ഉപ്പ് മാത്രം ഇട്ടാണെങ്കിലും ചുടാം, മധുരം വേണ്ടാത്തവർക്ക്. പാലപ്പത്തിനെ കുറിച്ച് മധുരമുള്ളത് നല്ലതാണല്ലോ. അപ്പം ഞാനിപ്പോൾ 1 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് നോക്കാം. അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ.
അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റാഗി പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റാഗി എല്ലാവർക്കും അറിയാം, പഞ്ഞപ്പുല്ല്. കുട്ടികൾക്കൊക്കെ നല്ല കുറുക്കി കൊടുക്കുന്ന സാധനമാണ്, നല്ല രുചിയൊക്കെയുള്ള സാധനമാണ്. അപ്പം നമുക്ക് വലിയവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നല്ല അടിപൊളിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റാണ്, ഇതാ കണ്ടോ, അടിപൊളി സോഫ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഒത്തിരി ഹെൽത്തിയാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.